മണ്ണാർക്കാട്ടിൽ കൂട്ടബലാത്സംഘം 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോടാ അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ. മെയ്വേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കൂട്ടബലാത്സംഗം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ പുഴു. അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവേ? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർണ സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനു വേണ്ടിയുള്ള പണത്തിന് തുടങ്ങണ്ട നേതാവേ? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ, മെഴുവേലിത്തറ സ്പീക്കിംഗ്. ഹലോ, പിന്നെ മനസ്സിലായോ? ഞാൻ വിൽസൺ പാറയക്കാരൻ. ഓ വിൽസൺ, നീ എന്നാടാ പാറയക്കാരനായത്? നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി. മഹേന്ദ്രേട്ടന് പഴയ വിൽസന് മറക്കാൻ പറ്റുമോ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കൊച്ചു കൊച്ചു ബിസിനസ്സുകളുമായി കഴിഞ്ഞുകൂടുന്നു. നിന്നെ കണ്ടിട്ട് ചെറിയ ബിസിനസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. എന്താ പരിപാടി? റിയൽ എസ്റ്റേറ്റ്. ഇവിടെ ഞാനൊരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. എനിക്ക് അന്നേ അറിയാം നീ രക്ഷപ്പെടുമെന്ന്. പണ്ടേ നിന്റെ കൗശലങ്ങൾ കുറെ കണ്ടവനല്ലേ ഞാൻ. നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോകാം. വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി. ഇവിടെ ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും. തീർച്ചയായും. ഓക്കെ, കമോൺ. ഈ പെൺകുട്ടിയെ നഗരത്തിൽ എവിടെങ്കിലും വെച്ച് കണ്ടായി ഓർക്കുന്നു? ഇല്ല, മനസ്സിൽ ഇങ്ങനെ രൂപം ഓർമ്മ വരുന്നതേയില്ല. ഇവളെ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ നഗരത്തിൽ എവിടെയോ അവളുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവളെ എനിക്ക് വേണം, ജീവനോടെ. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഈ നഗരത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഇവളെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. ഈ വിൽസൺ പാറയക്കാരന് മഹേന്ദ്രനോട് മറക്കാനാകാത്ത കടപ്പാടുണ്ട്. നാളിന് ശേഷം കണ്ടുമുട്ടുന്നതല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ട. ആഘോഷിക്കണം വിൽസൺ. ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നെ ഏൽപ്പിക്കുന്ന ദിവസം നമ്മൾ ആഘോഷിക്കും. മതിമറന്ന് ആഘോഷിക്കും. തീർച്ചയായും. ബൈ ബൈ. ആരവിടെ? ഇവളെ ഓർമ്മയിൽ വെക്കണം. എവിടെ വെച്ച് കണ്ടാലും അപ്പോ എന്റെ അരികിൽ എത്തിക്കണം. ഓരോ നിമിഷവും ഞാൻ ഭീതിയുടെ നിഴലാണ്. അവൻ വരും. എപ്പോഴും അവന്റെ വരവ് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഞാനില്ലേ മൈക്ക്. അത് മാത്രമാണ് എന്റെ ആശ്വാസം. നമ്മുടെ ഈ അടുപ്പം എത്രയും വേഗം അപ്പുവിനെ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പു എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ വളരെ അകന്നിട്ടുണ്ട്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന വിവരം അവൻ അറിയുമ്പോ അതൊരു ഷോക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവനൊരു ഷോക്ക് ആവശ്യമാണ്. എന്തായാലും ഈ ഒരു ഇന്നലെ ഞാനോട് പറയാം. എന്താ പോരെ? എന്താണോ? എന്തിനാ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടെന്ന് പറയാം. കുറച്ച് ദിവസമായി ഞാനത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഇതുവരെ ഒന്നും നിന്നെ മറക്കാൻ ശ്രമിച്ചിട്ടില്ല. നിനക്കറിയാലോ, എൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിലെ ഒരു കുട്ടികൾ വരും. ആ സ്ത്രീയും മകളും ഈ നഗരത്തിലുണ്ട്. ഞാൻ പലപ്പോഴും തനിച്ചു പോകുന്നത് അവിടേക്കാ, ആ അമ്മയെയും പെങ്ങളെയും കാണാൻ. പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോ പഴയ സുഹൃത്തിനെ മറന്നുവല്ലേ? എനിക്കും ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. സമയമായിട്ടില്ല. സമയമാകുമ്പോ ഞാൻ പറയാം. പോവാം.
പോകാൻ വരട്ടെ. ഞാൻ പറയുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആഹാ, കല്യാണോ? ഇത്ര പെട്ടെന്നോ? ഏതാ പെണ്ണ്? നമ്മുടെ മായ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മായയും കൂടെ ചേർന്നെടുത്ത തീരുമാനം. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇത്രയും നാള് നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു അല്ലേ? നീ അനന്തനെ വിവാഹം കഴിക്കാൻ പോവാന്ന് അവൻ എന്നോട് പറഞ്ഞു, ശരിയാണോ? ശരിയാണ്. അതെങ്ങനെയാണ് അപ്പുവിനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഇത്രയും ക്രൂരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മായ ഇവിടെ വന്നത് മുതൽ എനിക്ക് മായയോട് ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടമല്ലെന്ന് മായയ്ക്ക് എപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? എന്നെ വെറുതെ മോഹിപ്പിക്കായിരുന്നല്ലേ? എനിക്ക് എന്തൊരു കുറവ്? അപ്പു ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അപ്പുവിന്റെ കളിതമാശകളും ഇന്റിമസിയും എന്നിലൊരു ബ്രദർലി അഫെക്ഷനാണ് ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. എല്ലാ പെൺകുട്ടികളും പറയുന്ന വാക്ക് തന്നെ നീയും പഠിച്ചു വച്ചിരിക്കുകയാണല്ലേ? നീ ആയിരിക്കില്ല ഒരു പക്ഷെ തെറ്റുകാരി. അവൻ പലതും പറഞ്ഞു മോഹിപ്പിച്ചിരിക്കാം. അവനോടൊപ്പം ഇറങ്ങി തിരിച്ചാ നിനക്ക് നഷ്ടമാവുന്ന നിന്റെ ജീവിതമായിരിക്കും. അനന്തനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഒരു ആത്മസുഹൃത്തിനോട് അവനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നെന്നാ? ജോലിയും കൂലിയും ഇല്ലാതെ അമ്മയെയും പെങ്ങന്മാരെയും പോറ്റാൻ പോലും നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ട് കിടന്ന നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നതോ, ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചതോ? പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടിയപ്പോ ഒരു പെണ്ണിന് വേണ്ടി നീ എല്ലാം മറന്നല്ലേ? നിർത്തടാ, നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ വന്ന് പട്ടിണി കിടന്നപ്പോ തെണ്ടികളെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്ത് നിനക്ക് ആഹാരത്തിന് വഴി ഉണ്ടാക്കി തന്നവരോടാ ഞാൻ. എന്റെ കഴിവും കഷ്ടപ്പാടാണ് എപ്പോഴത്തെ ഈ സംഭവത്തിന് കാരണം. അപ്പു, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. ഞാൻ അനന്തനെ സ്നേഹിച്ചു പോയി. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിലൊരു സൗഹൃദത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പനിയുടെ പകുതി ഷെയർ എനിക്ക് വേണം. നമുക്കിവിടെ വെച്ച് പിരിയാം. പോട്ടെ. എന്താ സുഹൃത്തെ, ഇന്ന് ഒറ്റയ്ക്കാണല്ലോ? കുറ്റത്തോളം തടഞ്ഞോ? ഇഷ്ടത്തോഴനോ? അവനെന്റെ ആരുമല്ല, വഞ്ചകൻ. ഇപ്പൊ അങ്ങനെയായോ? കാശുണ്ടായപ്പോ സുഹൃത്തിനെ തടഞ്ഞിരിക്കും അല്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്ക. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തട്ടിയെടുത്തു. തട്ടിയെടുത്താൽ വിട്ടുകൊടുക്കരുത്. അപ്പുക്കുട്ടൻ എന്നെ വിശ്വസിക്കാം. മിസ്റ്റർ പാറക്കാരൻ, നിങ്ങൾ നല്ലവനാ. നിങ്ങളാണ് യഥാർത്ഥ സുഹൃത്ത്. ഇന്ന് എനിക്ക് വേണ്ടി എന്നോടൊപ്പം ശകലം കഴിക്കണം. അതിനെന്താ? ഒരു നല്ല സുഹൃത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ കഴിവുള്ളവനാണ് ഈ വിൻസെന്റ് പാറക്കാരൻ. ഏട്ടൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അതിനെന്താ, കാണാലോ. ഞാൻ ഒരു ദിവസം വന്ന് കൂട്ടിക്കൊണ്ടുപോകാം. അത് പറ്റില്ല, എനിക്ക് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ ഒരു ഇന്റർവ്യൂ സെലക്ഷൻ കൊള്ളാവോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. മോനെ, അച്ഛനെ കണ്ട് സമ്മതം വാങ്ങണം. അതേ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അമ്മാവനോട് പോയി. അമ്മാവനോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നൊന്ന് പറയണം. അമ്പലത്തിൽ പോയിരിക്കുക. അമ്മാവനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഇവൻ ചേട്ടനോട് അവന്റെ കല്യാണക്കാര്യം പറയാൻ വന്നതാ. അതൊരു നല്ല കാര്യമാണല്ലോ. ഏതാടാ കുട്ടി? അത് കല്യാണം നമുക്ക് പൊടി പിടിക്കണം. അനന്ത് ഇവിടെ
അന്വേഷിക്കും. അതൊക്കെ അന്വേഷിച്ചു. കണ്ടുകിട്ടിയില്ല. വാടാ പോവാ. മായ, അപ്പു നീ എന്തിവിടെ? പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരൂ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു അപ്പു. കുറച്ചു മുൻപൊരു പെൺകുട്ടി അനന്തൻ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അവൾ മഹേന്ദ്രനുമായി ബന്ധമുള്ള പെണ്ണ. എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങി ഓടി. മഹേന്ദ്രൻ എന്നെ കണ്ടുപിടിക്കാൻ അവളെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അനന്തനും അവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതല്ല അവന്റെ കളികളാ. എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനറിയാമല്ലോ. സ്നേഹം നടിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ മഹേന്ദ്രന് ഒറ്റുകൊടുക്കാനാണ്. അതിന് മഹേന്ദ്രൻ നൽകുന്ന പ്രതിഫലോ വളരെ വലുതാ. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ മായെ നിനക്ക് ഇപ്പോഴും അനന്തരം മനസ്സിലായിട്ടില്ല. എന്തായാലും ഏതാനും നിമിഷത്തിനകം അവൻ ആളുകളുമായിട്ട് ഇവിടെ എത്തും. അപ്പൊ നീ മനസ്സിലാക്കും ഈ പാവപ്പെട്ട അപ്പൂന്റെ വില. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇപ്പോൾ അതിന് അപ്പൂന് മാത്രമേ കഴിയൂ. ശരിയാണ്. മായിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കും. അപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ വില മായിക്ക് മനസ്സിലാവുമല്ലോ. വേഗം റെഡി ആയിക്കോളൂ, നമുക്ക് പോകാം. ഹലോ അപ്പുക്കുട്ടൻ. ഹലോ. എന്നെ മറന്നില്ല അല്ലേ? താങ്ക് യു. ഈ കുട്ടി ഇത് മായ. ഞാൻ പറഞ്ഞില്ലേ മായ ഇരിക്കെ. ഞങ്ങളൊന്ന് സഹായിക്കണം. വിശ്വസിച്ച് വരുന്നവരെ പാറക്കാരൻ ഒരിക്കലും കൈവിടിഞ്ഞിട്ടില്ല. ഞാനിവിടെ തനിച്ചാണ്. നിങ്ങൾക്കിവിടെ സുഖമായി കഴിയാം.